ഹായ് ഹലോ ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. സ്ത്രീകൾ സ്പർശിക്കണം എന്ന് പുരുഷന്മാർ ആഗ്രഹിക്കുന്ന കുറച്ച് ബോഡി പാർട്സ് ഉണ്ട്. അതായത് ഈ ഒരു ഭാഗത്ത് ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി അല്ലെങ്കിൽ എൻ്റെ വൈഫ് ഒന്ന് സ്പർശിച്ചിരുന്നെങ്കിൽ എന്ന് പുരുഷന്മാർ ആഗ്രഹിക്കുന്ന, മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന കുറച്ച് ബോഡി പാർട്സ്. ഈ ബോഡി പാർട്സ് ഏതൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഏകദേശം ഒരു 6 ബോഡി പാർട്സിനെ കുറിച്ചാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമതായിട്ട് വരുന്നത് വേറെ ഒരിടത്തുമല്ല, കഴുത്തിൻ്റെ പിറകിലാണ്, ബാക്ക് നെക്ക്. പുരുഷന്മാർക്ക് പൊതുവെ അവരുടെ കഴുത്തിലും അതേപോലെ തന്നെ കഴുത്തിൻ്റെ പിറകിലും ഒക്കെ സ്ത്രീകൾ ടച്ച് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ്. കഴുത്തിൻ്റെ പിറകിലൊക്കെ പയ്യെ ഒന്ന് പിടിക്കുന്നു, ചെറുതായിട്ട് ഇങ്ങനെ കൈകൊണ്ട് മസാജൊക്കെ ചെയ്ത് കൊടുക്കുന്നതൊക്കെ എല്ലാ പുരുഷന്മാരും എൻജോയ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ബാക്ക് നെക്ക് ആയിരുന്നു. ഇനി രണ്ടാമതായിട്ട് വരുന്ന എവിടെയാണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറൊരിടത്തുമല്ല, ഫേസിലാണ്, അതായത് മുഖത്ത്. സംസാരിക്കുന്ന ടൈമിലൊക്കെ അവരുടെ മുഖത്ത് ഇങ്ങനെ നോക്കുന്നതും അതേപോലെ തന്നെ പയ്യെ സോഫ്റ്റായിട്ട് അവരുടെ കവിളിൽ അല്ലെങ്കിൽ മീശ, താടി അവിടെയൊക്കെ പിടിക്കുന്നതും നെറ്റിയിലൊക്കെ ഇങ്ങനെ കൈ പിടിക്കുന്നതും അല്ലെങ്കിൽ മൂക്കിലൊക്കെ പിടിക്കുന്നതും ഇതൊക്കെ അത്യാവശ്യം എല്ലാ പുരുഷന്മാർക്കും ഇഷ്ടമുള്ള ഒന്നാണ്. അതുകൊണ്ട് രണ്ടാമതായിട്ട് പുരുഷന്മാർ സ്ത്രീകൾ ടച്ച് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന അവരുടെ ഫേസിലാണ്, പ്രത്യേകിച്ച് കവിളിലും താടിയിലൊക്കെ. ഇങ്ങനെ താടിയുടെ ഇടയിലൂടെ ഇങ്ങനെ കൈവിരലൊക്കെ കയറ്റി ഇങ്ങനെ കൊണ്ടു നടക്കുമല്ലോ, അതൊക്കെ എല്ലാ പുരുഷന്മാരും എൻജോയ് ചെയ്യുന്ന ഒന്നാണ്. ഇനി മൂന്നാമത്തെ ബോഡി പാർട്ട് എവിടെയാണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണേ. നമ്മുടെ ഇതൊരു പുതിയ യൂട്യൂബ് ചാനലാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി മൂന്നാമത്തെ പോയിന്റ് എവിടെയാണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന വേറൊരിടമല്ല, ഹെയർ ആണ്, തലമുടി. ആൺകുട്ടികൾക്ക് പൊതുവെ അവരുടെ ഹെഡ് മസാജ്, അതായത് തലയിൽ കൂടി ഇങ്ങനെ മസാജൊക്കെ ചെയ്ത് കൊടുക്കുക, എണ്ണ വെച്ച് കൊടുക്കുക, ഇതൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള കാര്യം, അവരൊരുപാട് എൻജോയ് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇടയ്ക്ക് നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്കൊക്കെ തലയിൽ ഇങ്ങനെ മസാജൊക്കെ ചെയ്ത് ഇച്ചിരി എണ്ണയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതൊക്കെ അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒന്നാണ്. ഇനി നാലാമത്തെ പാർട്ട് എവിടെയാണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്ന വേറെ ഒരിടമല്ല, ഇയേഴ്സ് ആണ്, അതായത് ചെവി. ആൺകുട്ടികൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് പൊതുവെ അവരുടെ ചെവിയിലും ചെവിയുടെ പിറകിലൂടെയൊക്കെ ഇങ്ങനെ കൈയിട്ട് പിടിക്കുന്നു, ചെവിയിലൊക്കെ പിടിക്കുന്ന ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതായത് ചെവി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പം ചെവി പിടിക്കുന്നു അല്ലെങ്കിൽ സ്പർശിക്കുന്നു, തൊടുന്നു ഒക്കെ അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പുരുഷൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഒക്കെ ചെവിയിലൊക്കെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. അതൊക്കെ അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒന്നാണ്. ഇതാണ് നമ്മുടെ നാലാമത്തെ പാർട്ട്. ഇനി അഞ്ചാമത്തേത് എവിടെയാണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് വരുന്ന വേറെ ഒരിടമല്ല, നടുവാണ്. പുരുഷന്മാർക്ക് പൊതുവെ അവരുടെ നടുവിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പോൾ ജോലിക്കൊക്കെ പോയിട്ട് ഭയങ്കര ക്ഷീണിച്ച് ബുദ്ധിമുട്ടൊക്കെ അവർ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പയ്യെ അവരെ പിടിച്ച് കിടത്തിയിട്ട് അവരുടെ നടുവൊക്കെ ഒന്ന് മസാജ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് തിരുമ്മി കൊടുക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പാർട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ നടുവും കാര്യങ്ങളൊക്കെ ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ അവർ ഒരുപാട് എൻജോയ് ചെയ്യും. ഇനി ആറാമത്തേത് എവിടെയാണെന്ന് നോക്കാം. ആറാമതായിട്ട് വരുന്ന വേറൊരിടമല്ല, ചുണ്ടാണ്. പുരുഷന്മാർക്ക് പൊതുവെ ചുണ്ടിലിങ്ങനെ സ്പർശിക്കുന്നത് അല്ലെങ്കിൽ ടച്ച് ചെയ്യുന്നതൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ചുണ്ടും അവർക്ക് ഒരേപോലെ, അതായത് ആദ്യം ഞാൻ പറഞ്ഞല്ലോ സെൻസിറ്റീവ് ഏരിയ ചെവിയാണെന്ന്, അതേപോലെ തന്നെ ഭയങ്കരമായിട്ടൊരു സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു ഫീൽ ഉണ്ടാകുന്നത് അവരുടെ ചുണ്ടിൽ സ്പർശിക്കുമ്പോഴാണ്, പ്രത്യേകിച്ച് അവർ സ്നേഹിക്കുന്ന പെൺകുട്ടികൾ. അതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള ഒരു ടൈമിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് അവരുടെ ചുണ്ടിലേക്ക് ഒന്ന് സ്പർശിക്കാവുന്നതാണ്. ഇതൊക്കെ അവർ ഒരുപാട് എൻജോയ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ 6 കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും, ഞാൻ ഓൾറെഡി ഒന്ന് പറഞ്ഞു, നമ്മുടെ ഇത് പുതിയ യൂട്യൂബ് ചാനലാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ല ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.